കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായുള്ള പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദേശീയ പുരസ്കാര ജേതാവായ എഴുത്തുകാരനും പ്രശസ്ത സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സെബിൻ എസ് കൊട്ടാരം രചിച്ച റീഡിസൈൻ ചെയ്യാം ചിന്തകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. ചിന്തകളെ ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്ത് ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കാൻ വഴികാട്ടുന്ന റീഡിസൈൻ ചെയ്യാം ചിന്തകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബിയോണ്ട് ബുക്സ് ആണ്. കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത ഗാനരചയിതാവുമായ ശ്രീ കെ ജയകുമാർ IAS ആണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. തിരുവനന്തപുരം ദൂരദർശൻ്റെ വാർത്താവിഭാഗം മേധാവി ശ്രീ അജയ് ജോയ് പുസ്തകം ഏറ്റുവാങ്ങും. കേരള സർവകലാശാല മനഃശാസ്ത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ രാജു S മുഖ്യപ്രഭാഷണം നടത്തും. പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ ജോബിൻ S കൊട്ടാരം, കാര്യവട്ടം സെയിൻറ്റ് ജോസഫ് ചർച്ച് വികാരി റവറൻഡ് ഫാദർ ഗ്രിഗറി മേപ്പുറം എന്നിവർ ആശംസകൾ അർപ്പിക്കും. പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രാർത്ഥന നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നു. ഒരു നിമിഷം നിശബ്ദമായി പ്രാർത്ഥിക്കാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ഇരിക്കാം. ഇരട്ട ദേശീയ ബഹുമതികൾ നേടിയ എഴുത്തുകാരൻ, സ്ത്രീ ശാക്തീകരണത്തിനുള്ള മികച്ച ലേഖനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ പുരസ്കാരം 2013 നേടി. ഒഴുക്കിൽപ്പെട്ടുപോയ 2 പേരുടെ ജീവൻ രക്ഷിച്ചതിന് ധീരതയ്ക്കുള്ള ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ബഹുമതി 2000 ലഭിച്ചു. 35ഓളം ബെസ്റ്റ് സെല്ലിംഗ് ഗ്രന്ഥങ്ങളുടെ രചയിതാവ്, സൈക്കോളജിയിൽ PhD, സൈക്കോളജിയിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ജേർണലിസത്തിലും വെവ്വേറെ ബിരുദാനന്തര ബിരുദങ്ങൾ. പ്രശസ്ത സൈക്കോളജിസ്റ്റും രാജ്യാന്തര പ്രഭാഷകൻ കൂടിയായ എഴുത്തുകാരൻ ഡോക്ടർ സെബിൻ S കൊട്ടാരത്തെ സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ സാർ ഉടനെ എത്തിച്ചേരുന്നതാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്ന ദൂരദർശൻ്റെ വാർത്താവിഭാഗം മേധാവി ശ്രീ അജയ് സാർ, മുഖ്യപ്രഭാഷണം നടത്തുന്ന കേരള യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗം മുൻ മേധാവി രാജു സാർ, ഗ്രിഗറി മേപ്പുറമച്ച, എഴുത്തുകാരനും എൻ്റെ സഹോദരൻ കൂടിയായ ജോബിൻ, നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ ആങ്കർ ചെയ്യുന്ന അനീഷ്യ, മറ്റ് പ്രിയപ്പെട്ടവരെ. റീഡിസൈൻ ചെയ്യാം ചിന്തകൾ, അതാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. ചിന്തകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളെ നമ്മൾ ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിൽ വികാരങ്ങളിലേക്ക് നയിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വിവിധ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു. ഈ അനുഭവങ്ങളെ നാഡീവ്യൂഹത്തിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തി ആ തലച്ചോർ അതിനെ ഏത് രീതിയിൽ പെർസീവ് ചെയ്യുന്നു, വിലയിരുത്തുന്നു, അതനുസരിച്ചാണ് നമ്മൾ പല കാര്യങ്ങളെയും നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നു, അഭിപ്രായം പറയുന്നത്, പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ വികാരങ്ങൾ. ആ വികാരങ്ങൾക്കനുസരിച്ചായിരിക്കും ഒരാളുടെ പെരുമാറ്റം. അപ്പോൾ ഒരാളുടെ സമൂഹത്തിലെ പെരുമാറ്റം തന്നെ മാറ്റിയെടുക്കാൻ ആ വ്യക്തിയുടെ ചിന്തകളിൽ മാറ്റം വരുത്തിയാൽ മതി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വികാരങ്ങളിൽ മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എൻ്റെ എളിയ ഒരു പരിശ്രമമാണ് ചിന്തകളിൽ റീഡിസൈൻ ചെയ്യാം എന്ന കോഗ്നിറ്റീവ് സൈക്കോളജിയിലുള്ള ഈ ഒരു പുസ്തകം. ഏതാണ്ട് മാതൃഭൂമി ആരോഗ്യ മാസികയിലെ പോസിറ്റീവ് മൈൻഡ് എന്ന എൻ്റെ ഒരു കോളത്തിൻ്റെ കളക്ഷൻ കൂടിയാണ്. ദീർഘനാളത്തെ റിസർച്ചിലൂടെ ജീവിതത്തിലെ ജോലിയിൽ, ബിസിനസ്സിൽ, കുടുംബ ബന്ധങ്ങളിൽ, മറ്റു മേഖലകളിലെല്ലാം എങ്ങനെ ശരിയായ രീതിയിൽ ചിന്തകളെ ക്രമീകരിച്ച് അതിനെ കൂടുതൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ കാതൽ. ഇന്ന് ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ മുൻ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത ഗാനരചയിതാവും IMGയുടെ ഡയറക്ടറും മലയാളം സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായ ശ്രീ കെ ജയകുമാർ സാറാണ്. സാർ ഇപ്പം മറ്റൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാർ ഇപ്പോൾ ഉടനെ എത്തിച്ചുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ അസാന്നിധ്യത്തിലും ഏറെ ബഹുമാനത്തോടെ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ദൂരദർശൻ്റെ തിരുവനന്തപുരം വാർത്താവിഭാഗം മേധാവിയും
കേന്ദ്ര സെൻസർ ബോർഡ് റീജിയണൽ ഓഫീസറും ഒക്കെ ആയിട്ടുള്ള പ്രിയ സുഹൃത്ത് ശ്രീ അജയ് ജോയ് സാറാണ്. അദ്ദേഹത്തെയും ഏറെ ബഹുമാനത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ മനഃശാസ്ത്ര വിഭാഗം മുൻ മേധാവിയും ഒപ്പം ഒരു മികച്ച PhD ഗൈഡും മികച്ച ഒരു അധ്യാപകനുമൊക്കെയാണ്. ഏറ്റവും ഉപരിയായി സൈക്കോളജിയിലെ എൻ്റെ PhDയുടെ ഗൈഡ് കൂടിയായ പ്രിയപ്പെട്ട ഡോക്ടർ രാജു സാറാണ്. ഏറെ ബഹുമാനത്തോടെ രാജു സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ പ്രഭാഷണം നടത്തി പുസ്തകത്തെ വിലയിരുത്തുവാനായിട്ട് എത്തിയിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ കാര്യവട്ടം സെൻറ്റ് ജോസഫ് ചർച്ച് വികാരി കൂടിയായ പ്രിയപ്പെട്ട ഫാദർ ഗ്രിഗറി മേപ്പുറം അച്ഛനാണ്. ഏറെ സ്നേഹബഹുമാനത്തോടെ അച്ഛനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും അക്കാഡമീഷ്യനും അബ്സല്യൂട്ട് IAS അക്കാദമിയുടെ ഡയറക്ടറും എൻ്റെ സഹോദരൻ കൂടിയായ ഡോക്ടർ ജോബിനസ് കൊട്ടാരമാണ്. ജോബിനെയും ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട്, ഈ ചടങ്ങിനെ അനുഗ്രഹീതമാക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നിർത്തി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. തിരുവനന്തപുരം ദൂരദർശൻ വാർത്താ വിഭാഗം മേധാവിയും സെൻട്രൽ ബോർഡ് ഫിലിം സർട്ടിഫിക്കേഷൻ റീജിയണൽ ഓഫീസറുമായ ശ്രീ അജയ് ജോ സാറിനെ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച രചയിതാവ് ഡോക്ടർ സെബിനസ് കൊട്ടാരം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോബിനസ് കൊട്ടാരം, ഒപ്പം ഡോക്ടർ രാജു സാർ, ഗ്രിഗറി മേപ്പർ വച്ച, സദസ്സിലേക്ക് അധികം വൈകാതെ തന്നെ കടന്നു വരുന്ന ജയകുമാർ സാർ, തുടക്കത്തിൽ തന്നെ ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ച അല്ലെങ്കിൽ എനിക്ക് ഈ അവസരം നൽകുന്നതിന് വളരെ കൃതജ്ഞയോടുകൂടി തന്നെ ആരംഭിക്കാമെന്ന് കരുതുന്നു. പൊതുവെ പ്രചോദനാത്മക സാഹിത്യം എൻ്റെ ഇഷ്ടമേഖലയല്ല എന്നതാണ് വാസ്തവം. കുറേയധികം ആളുകളെ നമുക്കിപ്പോൾ ചെയ്തു തീർക്കാം, എന്തോ ചെയ്തു തീർക്കാം എന്ന് പറഞ്ഞ് ത്വരിപ്പിച്ച് നിർത്തിയിട്ട് അതിനുശേഷം അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ബുക്ക് കിട്ടുമ്പം വീണ്ടും ഒന്ന് ഞാനിപ്പോൾ ചെയ്ത് തീർത്ത് കളയാം എന്ന രീതിയിൽ നിന്ന് പ്രചോദിപ്പിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ വിട്ടുപോയിട്ട് അങ്ങനെ ഒരു സീക്വൻസിൽ ഇഷ്ടം പോലെ ഇറങ്ങുന്ന ഒരു പ്രളയം പോലെ ഇറങ്ങുന്ന ഒരു ശ്രേണികളാണ് പൊതുവെ പ്രചോദനാത്മക സാഹിത്യം എന്നായിരുന്നു എൻ്റെ ഒരഭിപ്രായം. വ്യക്തിപരമായി അത്ര ഒരു അനുഭവമാണ് പല കൃതികളിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് വായിക്കുന്നവരിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ അത്രത്തോളം എനിക്ക് കാണാൻ സാധിച്ചിട്ടുമില്ല. അതിന് കാരണം പലതുണ്ട്. ഒന്ന്, ആ പ്രചോദനാത്മക സാഹിത്യം ഉദയം ചെയ്യുന്ന സന്ദർഭം വളരെ പ്രധാനമാണ്. ഏത് സാമൂഹിക സാഹചര്യത്തിലാണ് ആ കൃതി രചിക്കപ്പെടുന്നതെന്നും എന്തൊക്കെ അസംഷൻസിന്, അടിസ്ഥാന ധാരണകളെ ബന്ധപ്പെടുത്തിയാണ് ആ കൃതി രചിക്കപ്പെടുന്നതും എന്നതൊക്കെ വളരെ പ്രസക്തമാണ്. ഇതൊന്നും അറിയാതെ നേരെ എടുത്ത് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ചില ഫോർമുലകളെ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ച് അതൊക്കെ നടപ്പിലാക്കി അടുത്ത ദിവസം കൊണ്ട് ജീവിത വിജയം കൊയ്യാൻ പോകുന്ന കുറേ ആളുകൾ, സത്യം പറഞ്ഞാൽ എന്നെ അത് ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു നെയ്വിറ്റിയാണ് എന്ന രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ബുക്ക്
ഒരാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് സെമിനിസ്റ്റ് കൊട്ടാരം അയച്ചു തന്നതാണ്. പക്ഷേ ഒരു അടുപ്പിച്ച് 5 ദിവസം പനി പിടിച്ച് കിടക്കുകയായിരുന്നു, എണ്ണിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ. ഇന്ന് രാവിലെ മുതലാണ് വാസ്തവത്തിൽ ഇത് ബുക്ക് ശരിക്കിരുന്ന് വായിക്കുന്നത്. ഒരു കാര്യം ആദ്യമേ അങ്ങ് പറഞ്ഞുകൊള്ളത്, ഈ ബുക്കിലെ ചില കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ അടുത്ത സമയങ്ങളിൽ എനിക്ക് സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ബാക്കിയുള്ളവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതിൽ യാതൊരു സങ്കോചമില്ലാതെ തന്നെ ഇവിടെ ഇരുന്ന് സംസാരിക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഒരു അത്യാവശ്യം ആത്മവിശ്വാസം എനിക്ക് നൽകുന്നൊരു കാര്യമാണ്. എന്തായാലും സെബിനസ് കൊട്ടാരത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോബിനസ് കൊട്ടാരത്തിനെയും കുറിച്ച് 2 വാക്കുകൂടി പറയേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞങ്ങളെല്ലാവരും തന്നെ അടിസ്ഥാനപരമായി കുട്ടനാട്ടുകാരാണ്. കുട്ടനാട്ടുകാരൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഏതാണ്ട് ഒരേ കരക്കാർ കൂടിയാണ്, പല രീതിയിലും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഞാൻ സിവിൽ സർവീസിൽ എഴുതുന്ന അപ്പം തന്നെ ഉണ്ട്, ജോബിനുമുണ്ട്. പല രീതിയിൽ ഞങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുന്ന ഏതൊക്കെയോ ഭൂമിശാസ്ത്രപരവും ചരിത്രപരമായ പല കാരണങ്ങളാൽ ബന്ധിക്കപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഞങ്ങൾ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ സഹോദരങ്ങൾ ഞങ്ങളുടെ ഒരു സ്വകാര്യ ഒരു അഭിമാനം എന്നൊക്കെ തന്നെ വിളിക്കാവുന്നതാണ്. 2 പേരും ഡോക്ടറേറ്റ് എടുത്തവർ. അവർ 2 പേരും എഴുതിയ ബുക്കുകളുടെ എണ്ണം 2 പേരും കൂടെ ഒരുമിച്ച് വെച്ചാൽ ഏകദേശം ഒരു 100എങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ പ്രൊലിഫിക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എഴുത്തിൻ്റെ കാര്യത്തിൽ അവർക്കുണ്ട്. ശ്രീ സെബിനും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തന രംഗത്തും അതിനുശേഷം കൺസൾട്ടൻസിയുടെ കാര്യത്തിൽ മനഃശാസ്ത്രപരമായ മേഖലയിൽ ഒക്കെ തന്നെ വളരെ ദീർഘകാലത്തെയും വളരെ വളരെ സമൃദ്ധവുമായ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് സെബിനും പറയാനുണ്ട്. എന്തായാലും ഞാൻ നേരിട്ട് പുസ്തകത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. ഒന്ന്, ഞാൻ എന്തുകൊണ്ടായിരിക്കാം ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു 24 അധ്യായങ്ങളിലേക്കാണ് ഇത് വിഭജിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ചില വീക്ക് പോയിൻ്റ് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാമെങ്കിൽ ഏതാണ്ട് ആ ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിൽ വായന തുടങ്ങും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോകുന്ന മേഖലയിൽ നമ്മുടെ വെല്ലുവിളികൾ എന്താണെന്ന് തിരിച്ചറിയുക, നമ്മുടെ ദൗർബല്യങ്ങളെ തിരിച്ചറിയുക, അതിനോട് ഒരു പ്രതിവിധി കണ്ടെത്തുക എന്ന് പറയുന്നത് അത്യാവശ്യം എളുപ്പമാക്കി തീർക്കുന്ന രീതിയിലാണ് ഈ ബുക്കിൻ്റെ അകത്തേക്ക് ചെന്നാൽ അതിലെ പോയിന്റുകളുടെ ഒരു വിതരണം നടന്നിരിക്കുന്നത്. ഇപ്പോൾ സംസാരത്തിൻ്റെ മാജിക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു സംസാരം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സംസാരിക്കും സ്വാഭാവികമായിട്ടും. സംസാരം കുറഞ്ഞു വരുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മൾ. കൂടുതലും നേരിട്ട് സംസാരിക്കാറില്ല എന്നുള്ളതുകൊണ്ടാണ്. സംസാരം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബൗദ്ധികമായ അവൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം തന്നെ പരസ്പരമുള്ള സംഭാഷണങ്ങളാണ്. ഏതായാലും സംസാരം എന്ന ഒറ്റ ഫാക്ടറിൽ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളത് സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിൽ നടപ്പാക്കാനും അത് പിന്നീട് നമ്മുടെ തന്നെ കുട്ടികളുടെ നമ്മുടെ തന്നെ വികാസത്തിന് വേണ്ടി അതങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നും നമുക്കറിയാൻ സാധിക്കും. എന്തായാലും സമയത്തിൻ്റെ ഒരു ചെറിയ ഒരു ലിമിറ്റേഷൻസ് കുറിപ്പിൻ്റെ രൂപത്തിൽ വന്നു. എന്തായാലും ബുക്ക് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു കാരണവശാലും ഇത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ആകെ എനിക്കുള്ള ഒരു ചെറിയൊരു പരാതി എന്നത് ഈ ഒരുപാട് സ്ട്രക്ചേർഡ് ആക്കിയത് കൊണ്ട് തന്നെ ചില പരിഹാര നിർദ്ദേശങ്ങളിൽ കുറച്ചും കൂടിയൊക്കെ ഉദാഹരണ സഹിതം പെടുത്താമായിരുന്ന ചില സംഗതികൾ വിട്ടുപോയിട്ടുണ്ട് എന്ന് തോന്നുന്നത്. അത് കുറച്ചുകൂടെ
പോയിൻ്റ് വൈസായിട്ട് അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതിന് ഒരുപാട് ദൈർഘ്യം, ഒരു സൈസ് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല ബുക്കിന്. സ്വാഭാവികമായിട്ട് അത് ഒഴിവാക്കേണ്ടി വന്നു. എന്നാലും അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ശകലം അയത്ന ലളിതമായി തന്നെ നമുക്കിത് മുഴുവനായി അപ്പോൾ തന്നെ സംശയിച്ചെടുക്കാവുന്ന പരുവത്തിൽ വന്നേനെ എന്നൊരു ചെറിയൊരു വിമർശനം മാത്രമേ ഈ ബുക്കിനെക്കുറിച്ച് ഞാൻ ഉന്നയിക്കുന്നുള്ളൂ. എന്തായാലും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. നന്ദി. അജയ് ജോയ് സാറിൻ്റെ വാക്കുകൾക്ക് നന്ദി. കേരള യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയും വിവിധ യൂണിവേഴ്സിറ്റികളിലെ PhD ഗൈഡുമായ ഡോക്ടർ രാജു എസ് സാറിനെ മുഖ്യപ്രഭാഷണത്തിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നിവിടെ സെബിൻ എസ് കൊട്ടാരം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുകയാണ്. പുസ്തകത്തിൻ്റെ പേര് റീഡിസൈൻ ചെയ്യാം ചിന്തകൾ. ഒരു മനഃശാസ്ത്ര അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പുസ്തകത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് അധികം കടക്കാതെ ഈ ചിന്തകളെ എങ്ങനെ റീഡിസൈൻ ചെയ്യാം, അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സെബിൻ ഒരു നല്ല മനഃശാസ്ത്രജ്ഞനായിട്ട്, ഒരു നല്ല ഗവേഷകനായിട്ട്, ഒരു നല്ല മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തേടി ഒരുപാട് പുരസ്കാരങ്ങളും ഒരുപാട് സ്ഥാനമാനങ്ങളും എത്തിയിട്ടുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അംഗീകാരമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് APA, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് 2021 കിട്ടി എന്നുള്ളതാണ്. സാധാരണ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണിത് കിട്ടുക എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് മനഃശാസ്ത്രത്തിലുള്ള പരിജ്ഞാനം കണക്കിലെടുത്ത് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനമാനം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഈ ചിന്തകൾ എങ്ങനെ രൂപപ്പെടുന്നു. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അയാളെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്. ചിന്തകൾ രൂപപ്പെടുന്നത് ഒരു കണ്ടിന്യൂമാണ്. സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ, കൊഗ്നിഷൻ, ഇങ്ങനെ ഒരു 4 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മളൊരു സെൻസറി എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു, അതിനെ ശ്രദ്ധിക്കുന്നു, അതിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നു, അതിനെ അറ്റൻഡ് ചെയ്യുന്നു, പിന്നീട് പെർസീവ് ചെയ്യുന്നു. നമ്മുടെ പെർസെപ്ഷനാണ് ശരിക്കും നമ്മളെ ചിന്തകളിലേക്ക് നയിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അയാളെക്കുറിച്ച് നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് കൊള്ളാം, മിടുക്കൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും അയാളുമായിട്ട് നമ്മൾ ഇടപെടുന്നത്. അതേ സമയത്ത് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇയാൾ വലിയ കുഴപ്പക്കാരനാണ്, നമ്മളൊരു അല്പം അകലം പാലിക്കും, അയാളുമായിട്ട് അധികം അടുക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത്, എൻ്റെ പെരുമാറ്റമെന്ന് പറയുന്നത്, എൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് ശരിക്കും ഞാൻ എങ്ങനെ ആ വ്യക്തിയെ കാണുന്നു, ഞാൻ അദ്ദേഹത്തെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ചിന്തകൾ പോസിറ്റീവോ നെഗറ്റീവോ ആയി തീരാറുണ്ട്. നെഗറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാകാം. നെഗറ്റീവായി ചിന്തിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം കാണുക, അത് ഫിൽറ്ററിംഗ് എന്ന് പറയും ഞങ്ങൾ സൈക്കോളജിക്കാർ. അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്യുക, നമുക്ക് താല്പര്യമുള്ള ആളുകൾ വലിയ ആളാണെന്ന് പറയുക. ഇത്തരത്തിൽ നെഗറ്റീവ് ചിന്തകളിലൂടെ നമ്മൾ ചില ആളുകളെ വിലയിരുത്തുന്നതിൻ്റെ ഫലമായിട്ട് അയാളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസം, നമ്മളുടെ മനോഭാവം, നമ്മളുടെ പ്രതീക്ഷകൾ, ഇതെല്ലാം തന്നെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ചിന്തകളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ മാറ്റി ചിന്തകളെ റീഡിസൈൻ ചെയ്ത് ഒരു പോസിറ്റീവ് തോട്ട് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറായാൽ
തീർച്ചയായിട്ടും അത് നമ്മളുടെ പെരുമാറ്റത്തെയും നമ്മളുടെ വിചാരങ്ങളെയും സ്വാധീനിക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു നല്ല ജീവിതം നയിക്കാനും സഹായിക്കും. ഇവിടെ സെബിൻ്റെ ഈ പുസ്തകം ഞാൻ കുറേ ഏറെ വായിച്ചു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേയധികം അനുഭവ കഥകളും അതുപോലെ തന്നെ കുറേയധികം ജീവിതഗ്രന്ഥികളായിട്ടുള്ള കഥകൾ, ഉദാഹരണങ്ങൾ, മഹാന്മാരുടെ ജീവിതങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ വിജയം വരിച്ചു, എങ്ങനെ അവരവരുടെ ചിന്തകളെ നിയന്ത്രിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പുസ്തകം വളരെ ലളിതമായ ഭാഷയിൽ അതായത് ശരിക്കും വായനക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പുസ്തകം തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് വിജയം വരിക്കുവാനായിട്ട്, സന്തോഷവും സമാധാനവും കൈവരിക്കാൻ ഒരു വഴികാട്ടിയായിട്ട്, ഒരു ശരിക്കും നേരത്തെ നമ്മുടെ ദൂരദർശൻ ഡയറക്ടർ സാർ പറഞ്ഞതുപോലെ ഒരു ബെഡ് സൈഡ് പ്രിസ്ക്രൈബറായിട്ട് ഈ പുസ്തകം നിങ്ങൾക്ക് ഉപയോഗപ്പെടും. നിങ്ങളുടെ പ്രതിസന്ധികളിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സഹായിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിൽ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. രാജു സാറിൻ്റെ ഹൃദ്യമായ വാക്കുകൾക്ക് നന്ദി. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ എന്ന് തുടങ്ങുന്ന മനസ്സിനെ തരളിതമാക്കുന്ന ഗാനം ഉൾപ്പെടെ ഒട്ടേറെ ചലച്ചിത്ര ഗാനങ്ങളുടെ രചയിതാവ്, കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി, മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ, ഇപ്പോൾ IMG-യുടെ ഡയറക്ടർ കൂടിയായ എഴുത്തുകാരൻ ശ്രീ K. ജയകുമാർ IAS സാറിനെ റീഡിസൈൻ ചെയ്യാം ചിന്തകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം ദൂരദർശൻ വാർത്താ വിഭാഗം മേധാവി ശ്രീ അജയ് ജോയ് സാറിനെ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഒരാളുടെ ചിന്തകളിൽ നിന്നാണ് വികാരങ്ങളും പെരുമാറ്റവും രൂപപ്പെടുന്നത്. ചിന്തകളെ ശരിയായ രീതിയിൽ റീഡിസൈൻ ചെയ്ത് സദ്വികാരങ്ങളായ ആനന്ദം, സമാധാനം, സ്നേഹം, ആത്മസംതൃപ്തി എന്നിവ നിറയ്ക്കാനും അതുവഴി ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും മാർഗദീപമാകുന്ന ഗ്രന്ഥം. പ്രഭാഷണത്തിനായി ജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ സെബിൻ എസ് കൊട്ടാരം, പുസ്തകം സ്വീകരിച്ച ശ്രീ അജയ് ജോയ്, ഡോക്ടർ രാജു, ഡോക്ടർ ജോബിൻ കൊട്ടാരം, ഫാദർ ഗ്രിഗറി, എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ തിരുവനന്തപുരം പുസ്തകത്തെയും അക്ഷരങ്ങളെയും ആഘോഷിക്കുകയാണ്. വാസ്തവത്തിലെ കുട്ടികളെ പുസ്തക പ്രദർശന മേളയിൽ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അവർ പുസ്തകം വാങ്ങുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, പുസ്തകത്തിൻ്റെ ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള അവബോധം ഉണ്ടാകാൻ തന്നെ അത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ എന്നുള്ള ഒരു സന്തോഷം ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പല സ്കൂൾ ലൈബ്രറിയിൽ പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് സ്വകാര്യ സ്കൂളായാലും സർക്കാർ സ്കൂളായാലും ലൈബ്രറി തുറക്കുകയില്ല. കാരണം കുട്ടികളെങ്ങാനും പുസ്തകം മോശമാക്കിയെങ്കിലോ എന്നാണ് അവരുടെ പേടി. പുസ്തകങ്ങൾ മോശമാക്കട്ടെ കുട്ടികൾ ഏതാണ് പോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇവിടെ നമ്മുടെ വിഷയം സെബിൻ എസ് കൊട്ടാരത്തിൻ്റെ എനിക്ക് 35ാമത്തെ പുസ്തകമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഏതോ ഒരു പുസ്തകത്തിനൊക്കെ അവതാരിക എഴുതി കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ജ്ഞാനയാത്രയിൽ അദ്ദേഹത്തിൻ്റെ മനുഷ്യരെ നന്നാക്കാനുള്ള ഈ ഒരു ജ്ഞാനയാത്രയിൽ ഞാനും ഒരു കുറച്ചൊക്കെ അദ്ദേഹത്തെ അനുധാവനം ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകങ്ങൾ എങ്ങനെ നന്നാവാം എന്നുള്ള പുസ്തകങ്ങളാണ്. സെൽഫ് ഹെൽപ്പ് ബുക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് വിറ്റുപോകുന്നത്. അതുകൊണ്ടാണ് പിന്നെ സെബിൻ ഈ പുസ്തകം എഴുതിയത് എന്നല്ല അതിൻ്റെ ദുസ്സൂചന. പക്ഷേ ഇന്ന് ജനങ്ങൾക്കിടയിൽ എങ്ങനെ നമുക്ക് നന്നാവാം എന്നുള്ള ചിന്ത വന്ന് ഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ധാരാളമായി വിറ്റുപോകുന്നത്. വളരെ പ്രമുഖരായിട്ടുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ഇത്തരത്തിലുള്ള ബുക്കുകൾ വായിക്കുമ്പോൾ
നമ്മൾ വിചാരിക്കും ഓ ഇത് പണ്ട് നമ്മുടെ വീട്ടിൽ അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ള അതേ കാര്യം തന്നെയാണല്ലോ, അത് നല്ല ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ജീവിത വിജയത്തിന് പരമ്പരാഗതമായി നമ്മുടെ ജീവിതം, നമ്മുടെ സംസ്കാരം നമ്മളോട് പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളുടെ മൂല്യങ്ങൾ നമ്മൾ മറന്നുപോയപ്പോഴാണ് നമ്മൾ വളരെ ആധുനികരായതും ഒന്നിനോട് ശ്രദ്ധയില്ലാതായി തീർന്നതും. ആ ഒരു മടങ്ങിപ്പോക്ക്, വിവേകത്തിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഡിസൈൻ ചെയ്യാം ചിന്തകൾ എന്നത് ഒരുപാട് പറയാനുണ്ട്. മനഃശാസ്ത്രം പഠിച്ചവർക്ക് പറഞ്ഞാലും തീരാത്ത വിഷയങ്ങളാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ പലപ്പോഴും വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യരാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അവ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയാണ്. അവ ഓട്ടോ മോഡിലാണ്. ഒരാൾ നമ്മളോട് വന്ന് മോശമായി പെരുമാറിയാൽ അയാളോട് നീരസം തോന്നുകയും പറ്റുമെങ്കിൽ അടികൊടുക്കുകയും ചെയ്യണം. എങ്കിലേ എൻ്റെ ഈഗോ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ 2 വർത്തമാനമെങ്കിലും പറയണം. അങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന അപകടങ്ങൾ എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ഈഗോയെ തൽക്കാലം സംതൃപ്തമാക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും അടിക്കും പിടിക്കുമെന്ന് പോകുന്നില്ലായിരിക്കും, പക്ഷേ ഉള്ളിൽ പ്രതികരിക്കും. ആ പ്രതികരണങ്ങൾ ശാസ്ത്രീയമായ പ്രതികരണമാണോ യുക്തിപൂർവമായ പ്രതികരണമാണോ എന്നൊന്നും അറിയാതെ നമ്മൾ ശീലിച്ചു വന്ന രീതിയിൽ നമ്മളെപ്പോഴോ നമുക്ക് സങ്കടമുണ്ടാക്കിയ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മുൻകൂട്ടി വച്ചിട്ടുള്ള ചില നിർവചനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ഒരാളെ ചീത്തയെന്നോ നല്ലതെന്നോ കൊള്ളരുതാത്തവനെന്നോ ഒക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ നിർവചനം നടത്തി ഒരാൾ വരുമ്പോൾ തന്നെ നമ്മളുടെ പെരുമാറ്റം അതിന് അനുകൂലകമായി. എന്നാൽ ഒരടിസ്ഥാനമില്ലാതെ ആയിരിക്കും അയാളെപ്പറ്റി നമ്മളങ്ങനെ ധരിച്ചിരിക്കുന്നത്. ഒരു സന്ദർഭത്തിൽ ഒരാൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഇവൻ എന്നെ കൊച്ചാക്കാനാണ് ഇത് ചെയ്തത് എന്ന് ഞാൻ വിചാരിച്ചാൽ എൻ്റെ റിയാക്ഷൻ മറ്റൊന്നായിരിക്കും. എന്നാൽ അതല്ല, അയാൾ യുക്തിപൂർവ്വം ഇന്ന കാര്യം പറഞ്ഞതാണ്, അത് കേൾക്കുകയാണല്ലോ ശരി എന്ന് വിചാരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രതികരണം മറ്റൊന്നായിരിക്കും. അപ്പോൾ ചിന്തകൾ പലപ്പോഴും നമ്മളല്ല നിയന്ത്രിക്കുന്നത്, നമ്മളെയാണ് ഈ ചിന്തകൾ നിയന്ത്രിക്കുന്നത്. ആ ചിന്തകൾ പിന്നെ അനിയന്ത്രിതമായി ഉണ്ടായി വരുന്നതാണ്. അല്ലെങ്കിൽ കണ്ടീഷൻഡ് റിഫ്ലെക്സസ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ് പല ചിന്തകൾ. ഈ പുസ്തകം ഞാൻ പേജോട് പേജ് കമ്പോട് കമ്പ് വായിച്ചു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും മറിച്ചു നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കഥകളിലൂടെ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് സാധാരണ ജീവിത സന്ദർഭങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് സെബിൻ കൊട്ടാരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മളുടെ വിധിയെ നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മളുടെ ഡെസ്റ്റിനിയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഓരോ സന്ദർഭത്തിലും നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരാൾ ജീവിതത്തിൽ ദുഃഖം വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കളയുന്നു. അയാളുടെ ചിന്തയാണ് അയാളെ കൊണ്ടത് ചെയ്യിച്ചത്. മറ്റൊരാൾ വിചാരിക്കുന്നു ആകെ പ്രശ്നമാണ്, ഒന്നും നടക്കുന്നില്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടേ അടങ്ങൂ എന്ന് വിചാരിക്കുന്നത് മറ്റൊരു ചിന്ത. അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സന്ദർഭത്തിൽ എനിക്കിനി ബുദ്ധിമുട്ടൊന്നും നേരിടാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ച് ജീവിത നിരാശയിൽ കൂപ്പുകുത്തുന്നത് ഒരു ചിന്ത. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജീവിതത്തിൽ വിജയിച്ചിട്ടേ അടങ്ങൂ എന്ന് വിചാരിച്ചിട്ട് കർമ്മോന്മുഖനായി തീരുന്ന ഒരു യുവാവിൻ്റെ ജീവിതം മറ്റൊന്ന്. 2 ചിന്തകളാണ്. അപ്പോൾ ഈ ചിന്തകളിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയവും ജീവിതത്തിൻ്റെ വിജയവും എല്ലാം കുടികൊള്ളുന്നത് എന്ന പരമമായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ പുസ്തകം. അദ്ദേഹം ഇനിയും എഴുതട്ടെ. മനുഷ്യ മനസ്സ് എഴുതിയാൽ തീരാത്ത ഒരു കടൽ പോലെയാണ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർക്കറിയാം. നമ്മളീ പറയുന്ന മനസ്സെന്ന് പറയുന്നത് തന്നെ, മനസ്സെന്ന് പറയുന്ന വലിയ അത് ശക്തി എന്ന് പറയാമോ എന്താണെന്ന് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ മഹാപ്രതിഭാസത്തിൻ്റെ തുഞ്ചത്തെവിടെയോ അതിൻ്റെ അറ്റത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സെന്ന് നമ്മളീ പറയുന്ന മനസ്സ്, ചിന്ത എന്നൊക്കെ അങ്ങേ അറ്റത്തെ എന്താണ് ഐസ്ബർഗിനോടാണല്ലോ സാധാരണ അതിനെ ഉപമിക്കാറുള്ളത്. വലിയൊരു ഐസ്ബർഗാണ്. അത് താഴെ അഗാധമായിട്ട് ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന, കടലിൻ്റെ ആഴത്തിൽ കിടക്കുന്ന ഭീമാകാരമായിട്ടുള്ള ഐസ്ബർഗ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇത്തിരി ദൂരം കാണാമെന്നുള്ള ഐസുണ്ട്. ആ ഐസാണ്, പുറത്ത് കാണുന്ന ഐസാണ് നമ്മൾ തൽക്കാലം മനസ്സെന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സ് അതിൻ്റെ അബോധതലത്തിൽ, അതിൻ്റെ ഉപബോധ തലത്തിലൊക്കെ അതിസങ്കീർണമാണ്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവും. അപ്പോൾ ഈ ചിന്തകളിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, നേർവഴിക്ക് നടത്താൻ, മൂല്യാധിഷ്ഠിതമായി ചിന്തിക്കാൻ, മറ്റുള്ളവൻ്റെ വികാരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുവാനുള്ള പരിശീലനത്തിലൂടെ മനുഷ്യ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഈ ഉദ്യമത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പുസ്തകം പ്രകാശിപ്പിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയകുമാർ സാറിൻ്റെ വാക്കുകൾക്ക് ഹൃദ്യമായി നന്ദി. കാര്യവട്ടം സെയിൻറ്റ് ജോസഫ് ചർച്ച് വികാരി ബഹുമാനപ്പെട്ട ഗ്രിഗറി മീപ്രം അച്ഛനെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു.
വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജയകുമാർ സാർ, ശ്രീ അജയ് ജോയ് സാർ, രാജു സാർ, പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് സബിൻ സാർ ആൻഡ് ജോബിൻ സാർ. പുസ്തകം റീഡിസൈൻ ചെയ്യാം ചിന്തകൾ. നമ്മുടെ ചിന്തകളെ മനോഹരമാക്കിക്കൊണ്ട്, പോസിറ്റീവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിത വിജയം നേടാമെന്ന് പറയുന്ന പുസ്തകം. ഇതുവരെയുള്ളവരെല്ലാം പുസ്തകത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചും മനോഹരമായിട്ട് പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിന് ഒത്ത പുസ്തകമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം ചിന്തകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ചിന്തകളിലൂടെ ഒരു വശത്ത് പുറകോട്ട് പോകുന്നവരും മുൻപോട്ട് പോകുന്നവരും ഏറി വരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇതിൽ നൽകിയിരിക്കുന്ന ചിന്തകൾ നമ്മളുടെ ചിന്തകളെ ഉദ്ദീപിക്കുന്നതാണ്. 24 അധ്യായവും 24 ചിന്തകളെക്കുറിച്ചാണ് പറയുക. ഓരോ അതിൻ്റെ തലക്കെട്ടും അതിൻ്റെ താഴോട്ട് വരുന്ന കാര്യങ്ങളെ സമർത്ഥിക്കുന്നതാണ്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് സബിൻ സാറ് പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം നമുക്കെല്ലാവർക്കും കൂടുതൽ നന്മയ്ക്ക് കാരണമാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഒപ്പം സബിൻ സാറും ജോബിൻ സാർ രണ്ടുപേരും എന്നെ സംബന്ധിച്ചും വളരെ പരിചിതമായ മുഖങ്ങളാണ്. അജയ് സാറ് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും കുട്ടനാട്ടുകാരാണ്. അതുപോലെ തന്നെ എനിക്ക് അവരോടൊത്ത് 1-2 കൊല്ലം ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് രണ്ടുപേരുടെയും ഇടപെടുന്ന രീതിയും എളിമയും അവരുടെ സംസാരവുമൊക്കെ എല്ലാവർക്കും പോസിറ്റീവായിട്ട് എല്ലാവരെയും സ്വാധീനിക്കുന്നതാണ്. തുടർന്നും അങ്ങനെ ആവട്ടെ. തുടർന്നും പുസ്തകങ്ങളിലൂടെയും അവരുടെ വാക്കുകളിലൂടെയും അനേക വിജയത്തെത്തിക്കാൻ അവർക്ക് കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗ്രിഗറി അച്ഛൻ്റെ വാക്കുകൾക്ക് നന്ദി. 40-ലേറെ ഗ്രന്ഥങ്ങളുടെ രചയിതാവും പ്രചോദനാത്മക പ്രഭാഷകനും അബ്സല്യൂട്ട് IAS അക്കാദമിയുടെ ഡയറക്ടറുമായ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരത്തെ കൃതജ്ഞതകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, റീഡിസൈൻ ചെയ്യാം ചിന്തകൾ എന്ന ഡോക്ടർ സബിൻ എസ് കൊട്ടാരത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് പുസ്തകം പ്രകാശിപ്പിച്ച എഴുത്തുകാരനും കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ IAS, ദൂരദർശൻ ഡയറക്ടർ ശ്രീ അജയ് ജോയ്, ഫാദർ ഗ്രിഗറി മേപ്പുറം, ഒപ്പം നമ്മളുടെ പ്രിയപ്പെട്ട രാജു സാർ, ഒപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കുചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും നിയമസഭാ സെക്രട്ടറിയുടെ നാമധേയത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു.